ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് HAL എയ്റോസ്പേസ് മ്യൂസിയമിൻ്റെ അകത്താണ്. അപ്പം ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി നമ്മളുടെ പണ്ടത്തെ കാലത്ത് ഒക്കെ യൂസ് ചെയ്തിരുന്ന വിമാനങ്ങളൊക്കെ ഉണ്ട്. യുദ്ധങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിരുന്നത് ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളി, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു. അപ്പൊ നിസന്റെ പറയുന്നത് ഇതൊന്ന് പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയാണ്. അപ്പൊ അവസ്ഥ നമ്മളിത് പൊട്ടിത്തെറിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ട്രയൽസ് നോക്കാം. ട്രയൽസ് അവള് മാത്രം നോക്കേണ്ടി വരും, ഞാനുണ്ടാവൂല കൂട്ടത്തില്. ഇതാ ഇപ്പോ മേലേക്ക് പറക്കാൻ നിൽക്കുന്ന ഒരു വിമാനം, അതി കയറിയാലോ? അതൊക്കെ കാണിച്ച് നടന്നോളൂ. നിങ്ങളൊക്കെ പാവങ്ങളാണ്, അത്രക്ക് പാവങ്ങളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. ഇങ്ങനെ അങ്ങ് കയറി വരുന്നോടത്തേക്കുള്ളതാണ് ഇതൊക്കെ. എന്താ ഇവിടെ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. എനിക്ക് കയറണമെന്നൊക്കെ ആഗ്രഹം ഇല്ലായിട്ടല്ല, പക്ഷെ കയറാൻ വിടൂല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. അങ്ങനെ ഇവിടെ ഒരാൾ ഒരു കുട്ടീനൊക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ അടുത്ത വിമാനം. ഇതൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചു പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങനെ തന്നെ വന്ന് പള്ളേക്ക് അടിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാനും കണ്ട് പറക്കും നടത്തി ആകാശത്തിലേക്ക്. അത് വൈകിട്ട് ഓണാക്കും. അതോ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഇനി അടുത്തത് ഉമ്മ നുള്ളിക്കോ. എന്റെ ഉമ്മക്ക് എടുത്ത് ചെടികളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ പോതാ നുള്ളാനൊക്കെ നോക്കണ്. എവിടെ പോയാലും ഉള്ളതാ മക്കളെ. ഇന്ന് പോണോടത്തൊക്കെ ഇത് ഉണ്ടാവല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്കുണ്ട്. യൂട്യൂബിലിടാൻ വീഡിയോ ഷൂട്ട് ചെയ്യേ. ഉമ്മ പറിക്കുന്നതൊക്കെ ഇട്ടിക്കണ്, അപ്പൊ ആൾക്കാർ അറിഞ്ഞോളൂ. ഇതാ ഇവിടെ ചെടികള് ബട്ടർഫ്ലൈ ഒക്കെ കണ്ട എന്ത് രസമുണ്ട്. പറഞ്ഞു 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 അടുത്ത ഹെലികോപ്റ്റർ ഇതിന് പറഞ്ഞാലോ പട്ടവരെ കെട്ടിയേക്കണ ഒരാളുടെ ഡൗട്ടൊക്കെ കേട്ടിക്കൊള്ളട്ടാ. പറയും എങ്ങാനും അയിഞ്ഞിട്ട് ഇതെങ്ങാനും മറ്റേത് പറക്കണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഒരെണ്ണം പൊട്ടിക്കെടുക്കുന്നത് അവിടെ ആ ലാസ്റ്റത്തല്ലേ, അതുപോലെ ഇത് മൂന്നും ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞോളി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കമന്റ് ചെയ്ത്. അപ്പൊ നമുക്ക് ഉമേറുന്നിസക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഉമ്മ പോയി റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോവണ എയറോപ്ലെയിനിന്റെ വേറൊരു മോഡലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോ അത് നോക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ചെന്തോ എടുക്കാണ്ട് അത്ര ഉമ്മാക്ക്. ഇവിടെ ഉമ്മാക്ക് അറിയില്ല എത്രക്ക് ചെടികൾ ഉണ്ടാവുന്നു. ഉമ്മ ഭയങ്കര ഹാപ്പിയായി മക്കളെ വന്നിട്ട്. ബാഗിൽ എത്രമാത്രം ചേർത്ത് വെക്കൂന്നുള്ളത് അറിയില്ല. നമ്മളൊക്കെ വിമാനം കാണാൻ വന്നതാണ്. ഇതാ അടുത്ത വിമാനം. ഇനി ഇവിടേക്കൊന്ന് പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാണ്ട്. ഇത് HALത്തെ പണ്ടത്തെ എയർക്രാഫ്റ്റിന്റെ എല്ലാ ഐറ്റംസും ആണ്. അല്ലടി നിസ? സീക്കിങ് MK-42 എന്താല്ലേ? ഇതിലൊക്കെ ഇരുന്ന് പറക്കണോന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അവിടുന്ന് ഞങ്ങളിതാ അടുത്ത വിമാനം. അടുത്ത വിമാനം. അപ്പൊ നമുക്കൊന്ന് സ്പീഡിലൊക്കെ നടക്കാം അടുത്ത വിമാനത്തിന്റെ അടുത്തേക്ക്. അവൾക്ക് മലയിലൊക്കെ കയറണത്രേ. മലൊന്നും കാണാത്തവരെ പോലെ. ഇതാണ് പണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ഈ വിമാനത്തിന്റെ അടുത്തുനിന്ന്. നല്ല രസമില്ലേ? HPT-32 സംഭവം ഇതാണ്. അതൊക്കെ മറിച്ചിട്ടിക്കണ കുട്ടികള് ഇപ്പൊ വരെ ഞാൻ
അപ്പൊ അടുത്ത വിമാനാണ് ഇത്. അതിന്റെ മുന്നേ പോടി അവിടുന്ന് പറഞ്ഞിട്ട് അവിടെ പാമ്പും കുത്ത് എന്തോ ഉണ്ടല്ലോ, അത് കാണണമെന്ന് ഓൾക്ക് പോയി പണി വെക്കാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ അവിടുന്ന് വിമാനങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് അടുത്തതായിട്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ അതിന്റെ അകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് എത്താം. കണ്ട നമ്മൾ ഈ വിമാനം കണ്ടില്ലേ, ഇവിടേക്കെന്നെത്തി. ഓ എയർക്രാഫ്റ്റാ തോന്നുന്നു. നോക്കാം, ഇവിടേക്കൊക്കെ പോയി വന്നതാണ്. ഇപ്പൊ വീണ്ടും ഉള്ളിൽ പോയിട്ടില്ല കേട്ടോ. അടുത്തതോ അങ്ങോട്ടേക്ക് രണ്ടാൾക്കാരുണ്ട്. അത് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. വേഗം വേഗം നടന്നിട്ട് ഞാൻ ഇനി അവിടെ പോയിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പൊ അതിന്റെ അടുത്തേക്ക് എത്തി. ഇത് രണ്ട് ചെറുക് 3 ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഡവ് എന്നൊക്കെയാണ് പേരുള്ളത്. ഡെവോൺ സംഭവം ഇതാണ്. അപ്പൊ ഇതൊന്ന് അതിന്റെ വലുതൊന്ന് അപ്പുറത്തേക്കൊന്നായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അടുത്തത് നമുക്ക് ഇവിടേക്ക് പോവാം. ഇത് ഹൻസാണ്. ഹസ്നന്നൊക്കെ വെച്ചാ മതിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. കേക്കണ്ടോള്. അടുത്തത് ഹിന്ദുസ്ഥാൻ ട്രെയിനർ. ഇത് പിന്നെ മറ്റേ ഇത് ഡ്രാഗൺ ഫ്ലൈ ഏതാ, അതിന്റെ മോന്ത പോലെ ഉണ്ട്. അതിന്റെ മോന്തട്ടാ ഇവിടെ പിന്നെ എല്ലാത്തിനും പേരുകൾ വെച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി. കിരൺ, ഈ 2 മോട്ടോറുകൾ സഡൻലി ഓൺ ആകണമെങ്കിലോ നമ്മള് പറക്കും അതിന്റെ കൂടെ. ഞാൻ അതിന്റെ ചിരകെങ്കിലും പിടിച്ചിരുന്നിട്ട് ഞാനങ്ങ് അതിന്റെ കൂടെ. അതുമല്ലടി. അത് ഇതാ ഈ സംഭവം ഇല്ലേ, ഇതുമാണ്ട് കട്ടിപ്പിടിക്കാം. എന്നിട്ട് അത് ഏത് വരെ പോവാ അതിന്റെ കൂടത്തെ ഒപ്പത്തിലാണ്. എവിടെങ്കിലും പോയാൽ പൊട്ടിത്തെറിച്ചാലോ? കൂടാണ്ട് പൊട്ടിത്തെറിക്കന്നെ അല്ല പിന്നെ ഇല്ല. ഇതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വിമാനങ്ങളാണ്. 510, 700 വിലകള്. അവൾക്ക് വേണ്ടാത്ത പണി ചെയ്തതാണ് ക്യാമറന്റെ കൂടെ. നിങ്ങളൊന്നും മൈൻഡാക്കാൻ നിൽക്കണ്ട. ഇത് പിന്നെ ഹീറ്റ് ഷീൽഡ്. അതിന്റെ താഴെ അവരൊക്കെ തണുക്കാൻ വേണ്ടിട്ട് നിക്കണെന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പാവങ്ങൾ അത് നോക്കി തോന്നും. നമുക്ക് അതിന്റെ ഉള്ളിൽ കാണിച്ചെടുക്കാം. അതിന്റെ മേലൊക്കെ നല്ല രസമുണ്ട്. റോസ് പിടിക്കടി. ഇതിന്റെ അകത്ത് മെയിനായിട്ട് അടിപൊളി റോസുകളൊക്കെ ഉണ്ട് മക്കളെ. ഇവിടെ അല്ല, അപ്പുറത്തേക്ക് റോസ് ഗാർഡൻ ഒക്കെ ഉണ്ട്. നല്ല വെയിലായോണ്ട് പോവാൻ നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നടന്നു കാലുവേദനൊക്കെ വരുന്നു. ഇവിടെ ഫിഷ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്താ അവസ്ഥ നോക്കട്ടെ. വാളടി. അത് കടലുവാള തന്നെ. വാളയാണത്. കടലു. അപ്പൊ ഷാർക്കാണ്. ഇത് കടലുവാളല്ലേ? എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ല. ശരി, അടുത്തതായിട്ട് അതൊന്നും മൈൻഡ് ആക്കരുതേ നിങ്ങളാരും. എയർക്രാഫ്റ്റ് ആൻഡ് എഞ്ചിൻ വേ ടു ഇൻഡോ ഡിസ്പ്ലേ.
അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തൊന്ന് കേറി നോക്കാം. സംഭവം നമുക്ക് അവിടുന്ന് തുടങ്ങിയാലോ? പുഷ്പക് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണുള്ളത്. അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോൾ നോക്കാം. അത് കഴിഞ്ഞ് അടുത്തത് എഞ്ചിനാട്ടോ. ഇതൊക്കെ എന്തിൻ്റെ അകത്തുള്ളതാന്ന് പോലും ഒന്നും അറിയില്ല. പിസ്റ്റൺ എഞ്ചിൻ പാർട്ട് ആൻഡ് വെയിറ്റ് ഓർ 1830 യൂസ്ഡ് ഓൺ ഡക്കോട്ട എയർക്രാഫ്റ്റ്. ഓക്കെ, ഇത് അഡോർ MK 811. എയർക്രാഫ്റ്റ് എന്ത് കുഞ്ഞു സാധനാണല്ലേ. എന്നാലും ബ്ലാസ്റ്റ് ആയാലും ഭയങ്കര ഇരിക്കും. ഓർഫിയസ് 70105. അടുത്തതായിട്ട് ഡോർണിയർ പാസഞ്ചർ എയർക്രാഫ്റ്റ്. ഗാരറ്റ് 3315. SJ 2500. Dartmouth HS 748. ആർട്ടോസ് അങ്ങനെ തോന്നുന്നു വായിക്കാം. അടുത്തത് ലൈക്ക് കമ്മിങ് പിസ്റ്റൺ എഞ്ചിൻസാ തോന്നുന്നു. കഴിഞ്ഞിട്ട് വരുന്ന അടുത്തതായിട്ട് HPT 32 ട്രെയിനർ എയർക്രാഫ്റ്റ്. അടുത്തതായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ്. ഇവിടെ വലിയ വിമാനം അകത്ത് കണ്ട. മൂപ്പര് കുറെ കാലങ്ങളായി തോന്നുന്നു ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇറങ്ങാൻ സമയമായിട്ടില്ല. ഇവരാണ് ബസന്ത്. അത് കഴിഞ്ഞ് ഇതൊക്കെ എൻജിൻസ് ആണെന്നാ തോന്നുന്നേ. എന്താ സംഭവം എന്നറിയില്ല. ഇവര് പിന്നെ ഇരിക്കാൻ കുഴങ്ങിയിട്ട് കാലങ്ങൾ കുറെ തോന്നുന്നു. പാവം. നിങ്ങള് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ വന്നപ്പോൾ അവിടെ ആ സമയം മുതലുള്ളതാണ്. ഇത് പാരഷൂട്ടാണ്. പാരഷൂട്ട് മൊത്തത്തിൽ കാട്ടിക്കാൻ വേണ്ടിയിട്ട് ബാക്കില് ഇതാക്കണ്ട. കൊറേ കാലായി ഈ മൂപ്പരിയ്ക്കുന്ന. പക്ഷെ ഇതേവരെ പറഞ്ഞിട്ടില്ല, അത് മാത്രം. അങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ശേഷം അതിൻ്റെ അകത്ത് തന്നെയുള്ള മുകളിൽ സംഭവമുണ്ട്. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാലോ എന്ന് വെച്ചിട്ട് വന്നതാ. അപ്പൊ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളിലും കുറിച്ച് എഴുതി വെച്ച് എൻട്രൻസ് ആണ് കേട്ടത്. അപ്പൊ ഒന്ന് മുകളിലേക്ക് കടന്നാലോ? വരൂ. പറയാൻ പറ്റില്ല എന്താ അവസ്ഥ എന്ന്. അവള് പറഞ്ഞ എന്തോ ട്രെയിനൊക്കെ ഉണ്ട് അത്ര. പഠിച്ചോ എനിക്കറിയാം. അങ്ങനെ നടന്ന് കുഴങ്ങിയപ്പോ കുറച്ചേരം ഇരിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കണം. വന്നിരുന്നു. ഞങ്ങളൊക്കെ ഇതില് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും വരും, എന്റെ കൂടെ അല്ലേ ഉള്ളത്. അപ്പൊ വരൊക്കെ ചെയ്യും. കണ്ട ഒരു ഹായ് പറഞ്ഞിട്ടെല്ലാവരോടും ഹായും പറഞ്ഞിട്ടോ. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. വീണ്ടും വിട്ടാൻ.
അപ്പൊ ഞങ്ങളൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. എക്സിറ്റ് കണ്ടില്ലേ, നല്ല ഉച്ച വെയിലും. എന്നാ ഓക്കെ.